പക്ഷേ ഭീതിയുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതർ കൂടുന്നു. 5 ഷിഗല്ല മരണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 147 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ ജൂൺ ആദ്യവാരം മുതൽ നടത്തി വരുന്നുമുണ്ട്. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, ഷിഗല്ലയിൽ ആദ്യം ഈ രോഗം പിടിപെട്ടവർക്കൊക്കെ വലിയൊരു അസുഖത്തിലേക്ക് ഉണ്ടാകുമ്പോൾ പോലും അവർക്ക് പിന്നീട് അങ്ങനെ വലിയ രോഗലക്ഷണങ്ങളൊന്നും കാണുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ മരണം കൂടുന്ന സാഹചര്യവും നിൽക്കുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ടോ? ഹരി, ഇപ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും വളരെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കുട്ടികളിലടക്കം ഈ അസുഖം വരുമ്പോൾ സാധാരണ പനിയായി മാത്രം കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ഷിഗല്ല സാന്നിധ്യം കേരളത്തിലുടനീളം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ എടുക്കുക, അതിനു പകരം സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും ആരോഗ്യ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം. ഇതിനാൽ 5 മരണങ്ങൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. മറ്റ് പനികളും അതായത് വെസ്റ്റ്നീലടക്കമുള്ള പല വകഭേദങ്ങളും ഇപ്പോഴും കേരളത്തിൽ പടരുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരാഴ്ച മഴ മാറി നിൽക്കുന്നുണ്ട്. അതൊരു ഈ ഒരു സാംക്രമിക രോഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ ഈ മഴ വീണ്ടും പടരുമ്പോൾ അത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വീണ്ടും പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള പദ്ധതികളും അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാനുള്ള പല രീതികളും ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. പനി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ പോലും വന്ന് കൃത്യമായ ഈ ഒരു ചികിത്സ എടുക്കുക അല്ലെങ്കിൽ അതിന് ഡോക്ടറെ കാണുക എന്നൊരു രീതി പൊതുജനങ്ങളെല്ലാം പിന്തുടരാൻ വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യ വകുപ്പും പ്രധാനമായി ചെയ്യുന്നത് ഈ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്യുക, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അതായത് തട്ടുകടകളിലടക്കം കൃത്യമായ റെയ്ഡുകളും മറ്റ് ഹോട്ടലുകൾ ബേക്കറികളടക്കമുള്ള അതായത് ശുചിത്വം കുറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും റെയ്ഡുകളിലും പരിശോധനകളും മറ്റും നടത്തുക. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഒരു വൃത്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ മറ്റേ നോട്ടീസുകളും മറ്റും നൽകിയിട്ടുമുണ്ട്. നമുക്കറിയാം കാട്ടാക്കട ഇത്തരത്തിലുള്ള ഷിഗല്ല സാന്നിധ്യം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഹോട്ടലടക്കം ആ ബേക്കറി അടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു രോഗം വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും പടർന്നു പിടിക്കുന്നുണ്ട് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമായി തുടരുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ 5 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മരിച്ചത് ഒരു 7 വയസ്സുകാരനാണ്. ഈ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് രോഗം വളരെ ഗുരുതരമായ രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരുവിധ ഒരു മടി കാണിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പനി വരുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുകയോ വേണമെന്ന കാര്യം ഇപ്പോഴും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ചികിത്സയിൽ തുടരുന്ന അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്ന എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെല്ലാവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് അതായത് പരിശോധനകൾ ഇവരുമായി സമ്പർക്കമുള്ളവരും ആ മേഖലകളിലും ഇപ്പോഴും ടെസ്റ്റുകളും മറ്റും അതായത് ഷിഗല്ല സാന്നിധ്യം ഉണ്ടോ എന്ന കാര്യത്തിലടക്കം കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണ്. ഹരി, വ്യക്തമാണ്. അതാണ് നിലവിലത്തെ സാഹചര്യം. ആരോഗ്യവകുപ്പ് ശക്തമായ രീതിയിലുള്ള മുന്നോട്ടുപോക്കാണ് നടത്തുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.